ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് സെൻറ്റൻസുകൾ പല രീതിയിലുണ്ടല്ലേ. എല്ലാ സെൻറ്റൻസുകളും ഒരേ രീതിയിലാണോ നമ്മൾ പറയുന്നുണ്ടാവുക? അല്ല, പല പല രീതിയിലുള്ള സെൻറ്റൻസ്. ചിലപ്പോൾ നമ്മൾ സാധാരണ സെൻറ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നതും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെൻറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ ഭയങ്കര അതിശയമായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല സെൻറ്റൻസുകളാണ് നമ്മൾ ഇംഗ്ലീഷിലല്ല ഏത് ഭാഷയിലാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾക്ക് ഈ സെൻറ്റൻസുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സെക്കൻഡ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, തേർഡ് വൺ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആൻഡ് ഫോർത്ത് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളെ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും എപ്പോഴും ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാവുക. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്, അതായത് ഡയറക്റ്റ് ആയിട്ട് വലിയ വളച്ചുകെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്, വലിയ ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. ഹി റൺസ്. ഓക്കെ, കണ്ടോ, ഹി റൺസ് സിമ്പിളാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് അവൻ ഓടുന്നു, ഹി റൺസ്. അപ്പോൾ ഹി ആയതുകൊണ്ട് നമ്മളവിടെ എന്താണ്, വേർബിൻ്റെ ഒപ്പം എസ് ചേർക്കുന്നു, ഗ്രാമറാണ്. അടുത്തത് ഷീ സിങ്സ്, അവൾ പാടുന്നു. കണ്ടോ, ഷീ അവൾ, സിങ്സ് എന്ന് പറഞ്ഞാൽ പാടുക. അപ്പോൾ ഷീ ആയതുകൊണ്ട് സിങ്സ് എന്ന് എസ് ചേർക്കുക. ഐ ലൈക്ക് ക്ലൈംബിങ്, എനിക്ക് ക്ലൈംബിങ് ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ക്ലൈംബിങ് ഇഷ്ടമാണ്. അപ്പോൾ ഐ ആയതുകൊണ്ട് നമ്മളവിടെ ലൈക്ക് വേർബിൻ്റെ ഒപ്പം എസ് ചേർക്കണ്ട, ലൈക്ക് എന്ന് തന്നെ എഴുതിയാൽ മതി. ഐ ലൈക്ക് ക്ലൈംബിങ്, എനിക്ക് ക്ലൈംബിങ് ഇഷ്ടമാണ്. ഫ്രാൻ ഈസ് സാഡ്, ഫ്രാൻ വളരെയധികം വിഷമത്തിലാണ്. മൈ ക്യാറ്റ് ഈസ് ബ്ലാക്ക്, എൻ്റെ പൂച്ച കറുത്തിട്ടാണ്. ഡോഗ്സ് ആർ ക്യൂട്ട്, ഡോഗ്സ് വളരെയധികം ക്യൂട്ടാണ്. ഹി ഈസ് 8 years old, അവൻ 8 വയസ്സ് പ്രായമാണ്. ദി സ്കൈ ഈസ് ബ്ലൂ, ആകാശം നീലയാണ്. ഹി ലവ്സ് പിസ്സ, പിസ്സ അവന് ഇഷ്ടമാണ്. ദി കാർ ഈസ് വൈറ്റ്, കാർ വൈറ്റ് ആണ്. ഐസ് ഈസ് കോൾഡ്, ഐസ് എന്താണ്, കോൾഡ് ആണ്. കണ്ടോ, ഇതിൽ നമ്മൾ ആണ് എന്നുള്ള രീതിയിലുള്ള സാധാരണ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം. കണ്ടോ, ഇവിടെ എന്താണ് പാസ്റ്റിലെ കാര്യമോ ഫ്യൂച്ചറിലെ കാര്യമോ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അവനത് ഇഷ്ടമാണ്, അവൻ വളരെയധികം വിഷമത്തിലാണ്, ഡോഗ്സ് ക്യൂട്ടാണ്, സ്കൈ ആകാശം നീലയാണ്. കണ്ടോ, ഇതിലെല്ലാം പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെയധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കാം. ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്, പുറത്ത് തണുപ്പാണോ? ആർ യു ഫീലിംഗ് ബെറ്റർ, നീ ബെറ്റർ അല്ലേ എന്നുള്ള അർത്ഥം. വാസ് എ ഫിലിം ഗുഡ്, ഫിലിം ഗുഡായിരുന്നോ, നല്ലതായിരുന്നോ? ഡിഡ് യു ലൈക്ക് ഇറ്റ്, നിനക്കത് ഇഷ്ടമായിരുന്നോ? ഡസ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടോ? വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിൻ്റെ പേര്? വാട്ട്സ് ഇറ്റ് ടൈം, എന്താണ് സമയം? വേർ ഈസ് ഇറ്റ് ടോയ്ലറ്റ് പ്ലീസ്, എവിടെയാണ് ടോയ്ലറ്റ് എന്നൊന്ന് പറഞ്ഞു തരുമോ? വേർ ഷാൽ വി ഗോ, എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ഹൗ ഡു യു ഓപ്പൺ ദീസ്, ഇത് എങ്ങനെയാണ് നീ ഓപ്പൺ ആക്കുന്നത്? കണ്ടോ, അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ കണ്ടില്ലേ, എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള എല്ലാ സെൻറ്റൻസുകളെയും നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചോദിക്കുന്നതിനെയും കമാൻഡ് ചെയ്യുന്നതിനെയും
ഓർഡർ ചെയ്യുന്നതിനെയും എല്ലാം നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എന്തെങ്കിലും റിക്വസ്റ്റ് ചോദിക്കുക, എന്തെങ്കിലും കമാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെല്ലാം തന്നെ എന്താണ് ഇംപറേറ്റീവ് സെൻറ്റൻസിലാണ് വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. കണ്ടോ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? ഇതെന്താണ്? ഒരു ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണ്, റിക്വസ്റ്റ് ആണ്, അല്ലേ? നമ്മൾ എന്താണ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. ഇനി ഡോണ്ട് എവർ ടച്ച് മൈ ഫോൺ. എൻ്റെ ഫോണിൽ തൊടരുത് എന്താണ്? കമാൻഡ് ആണ്. ഇത് എൻ്റെ ഫോണിൽ തൊടരുത് എന്നുള്ളത്. ഗീവ് മീ എ പെൻ ആൻഡ് എ പെൻസിൽ. ഒരു പേനയും ഒരു പെൻസിലും എനിക്ക് തരുമോ? ഉണ്ടോ? റിക്വസ്റ്റ് ആണ്. ഡോണ്ട് സ്റ്റേ ഔട്ട് അറ്റ് നൈറ്റ്. രാത്രിയിൽ പുറത്തിറങ്ങരുത്. അത് കമാൻഡ് ചെയ്യണം നമ്മൾ. പ്ലീസ് ഓപ്പൺ ദി ഡോർ ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണേ. ഓക്കെ, ഒരു കമാൻഡ് ആണ്, റിക്വസ്റ്റ് ആണ്. ഹാവ് എ കപ്പ് ഓഫ് ക്യാപ്പുച്ചിനോ. ഒരു കപ്പ് ഓഫ് ക്യാപ്പുച്ചിനോ കുടിക്കുക. കണ്ടോ? യു വാഷ് യുവർ ഹാൻഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഈറ്റ്. ആദ്യം നിങ്ങൾ കൈ കഴുകണം, അതിനുശേഷം ഭക്ഷണം കഴിക്കുക. കമാൻഡ് ആണ്. കൈൻഡ്ലി ബ്രിങ് ദി ബുക്ക് ടു മീ. ദയവായി എന്താണ് എനിക്ക് ആ ബുക്കൊന്ന് കൊണ്ടുതരുമോ? റിക്വസ്റ്റ് ആണ്. കണ്ടോ, ഇതിലെല്ലാം നിങ്ങൾ നോക്കി ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ് രീതിയിലുള്ള സെൻറ്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട്, വളരെ സങ്കടത്തോട് കൂടിയിട്ട്, വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, എന്താണ് വളരെ അതിശയത്തോട് കൂടിയിട്ട്, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നമ്മളെന്താണ് കടന്നു പോകാറുണ്ട് നമ്മുടെ ലൈഫിലൂടെ, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് അതുപോലെയുള്ള ആശ്ചര്യത്തിനും സങ്കടത്തിനും സന്തോഷത്തിനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എല്ലാ സെൻറ്റൻസുകളും അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വൗ, ഐ റിയലി ലവ് യു. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്താണ് വോ എന്ന് പറയും. ഓ, അതിശയം എന്നുള്ള അർത്ഥമാണ്. എനിക്ക് നിന്നോട് വളരെയധികം ഇഷ്ടമാണ് എന്നെല്ലാം അർത്ഥം വരും. ഫണ്ടാസ്റ്റിക്, ലെറ്റ്സ് ഗോ. എന്തെങ്കിലും നല്ല പ്ലേസ് ഒക്കെ കാണുമ്പോൾ ഫണ്ടാസ്റ്റിക്, അതിമനോഹരമായിരിക്കുന്നു, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്നർത്ഥം. വാട്ട് എ ലവ്ലി ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. എത്ര മനോഹരമായ പൂക്കളാണ്. കണ്ടോ, ഇതെല്ലാം നമ്മളെന്താണ് നമ്മുടെ ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. വാട്ട് എ ക്യൂട്ട് പപ്പി. എത്ര ക്യൂട്ടായിട്ടുള്ള പപ്പിയാണ്. ഇതെല്ലാം എന്താണ് നമ്മുടെ സ്നേഹമാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. വാട്ട് എ ഹാപ്പി എൻഡിങ്. എത്ര മനോഹരമായ ഹാപ്പി എൻഡിങ് ആണ്. ഹൗ വെൽ ഹി ലിസൺസ്. എത്ര ശ്രദ്ധയോടെയാണ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹൗ സ്ലോ ദേ ക്രോൾ. എത്ര പതുക്കെയാണത് എഴഞ്ഞു പോകുന്നത്. ഹൗ ഫാസ്റ്റ് യു റൺ. എത്ര ഫാസ്റ്റായിട്ടാണ് നീ ഓടുന്നത്, എത്ര വേഗതയിലാണ് നീ ഓടുന്നത്. കണ്ടോ, ഇതിലെല്ലാം നമ്മൾ കാണിക്കുന്നത് എന്താണ് നമ്മളുടെ ഇമോഷൻസ് ആണ്, നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോരോ ഇമോഷൻസ് വഴി ഉള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം ഇതിലൂടെ. വി വോൺ, ഞങ്ങൾ ജയിച്ചു. ഇതിലെന്താണ് കാണിക്കുന്നത്? നമ്മളുടെ ഹാപ്പിനെസ്, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്ന ആ ഒരു വികാരമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. യു ആർ അഡോറബിൾ, നീ അതിമനോഹരമാണ്, നീ അതിമനോഹരമായിട്ട് നിന്നെ സ്നേഹിക്കാവുന്നതാണ് എന്നെല്ലാം അർത്ഥം വരുന്നതാണ് അഡോറബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സ്നേഹം എന്ന വികാരത്തെ എക്സ്പ്രസ് ചെയ്യുന്നു. ഇറ്റ്സ് എ ബോയ്, എന്താണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ എന്താണ് ഇറ്റ്സ് എ ബോയ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗേൾ എന്ന് പറയും. അവിടെ നമ്മൾ നമ്മളുടെ സന്തോഷമാണ്, ജോയ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മളുടെ ആഹ്ലാദമാണ്. ഐ ആം റിയലി ഗോയിങ് ടു മിസ് ദിസ് പ്ലേസ്. ഞാൻ ശരിക്കും ഈ ഒരു സ്ഥലം ഞാൻ മിസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഏതെങ്കിലും സ്ഥലം വിട്ട് കുറേ നാൾ അവിടെ താമസിച്ചിട്ട് ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ആ കഴിഞ്ഞ കാലവും ആ ഒരു സ്ഥലവും ആ ഒരു വീടുമെല്ലാം നമ്മൾ വളരെയധികം മിസ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? ഐ എം റിയലി ഗോയിങ് ടു മിസ് ദിസ് പ്ലേസ്. ഞാൻ ശരിക്കും ഈ സ്ഥലം മിസ് ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അവിടെ എന്താണ് സങ്കടം, സോറോ എന്ന വികാരമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം നിങ്ങൾ കണ്ടോ ഹാപ്പിനെസ്, ലവ്, ജോയ്, സോറോ, അങ്ങനെ പല രീതിയിലുള്ള നമ്മളുടെ വികാരത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ഇതെല്ലാം. ഇത് എല്ലാം അവസാനിച്ചിരിക്കുന്നത് കണ്ടോ എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേട്ടോ. വളരെയധികം എളുപ്പമല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ്, ഒരുപാട് സെൻറ്റൻസുകൾ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം തന്നെ നമ്മൾ എന്താണ്, എല്ലാം ഒരേ രീതിയിലല്ല നമ്മൾ സെൻറ്റൻസുകൾ പറയുന്നത്. എല്ലാം പല പല രീതിയിലുള്ള സെൻറ്റൻസുകളാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തിയിരിക്കുക അല്ലേ? ഇപ്പോൾ എന്താണ്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അമ്മയോട് ചായ ചോദിക്കുന്നുണ്ടാവാം. അതെന്താണ്, ഒരു റിക്വസ്റ്റ് ആണ്. ചിലപ്പോൾ നമ്മളുടെ കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയുന്നുണ്ടാവും, അത് കമാൻഡാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും എന്താണ് സാധാരണ രീതിയിലുള്ള സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നുണ്ടാവാം, നമ്മൾ ഡെയിലി റുട്ടീൻസ് പറയുന്നുണ്ടാവും. ഇതെല്ലാം എന്താണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അങ്ങനെ എല്ലാ സെൻറ്റൻസുകളും എന്താണ്, പല പല രീതിയിലുള്ള സെൻറ്റൻസുകളാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.